20 വർഷങ്ങൾക്ക് ശേഷം ഷാറുഖിനും കിട്ടി ഒരു റീ റിലീസ് ഹിറ്റ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഷാറുഖിനും കിട്ടി ഒരു റീ റിലീസ് ഹിറ്റ്. 100 കോടി ക്ലബിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ആ ചിത്രം. ഏതാണ് ചിത്രമെന്നല്ലേ നിങ്ങളിപ്പോൾ സംശയിക്കുന്നത്? സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഇമേജുകൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ആ സിനിമയെ മായ്ക്കുകയില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് 2004 തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ പ്രീതി സിന്ത, റാണി മുഖർജി, ഷാറുഖ് ഖാൻ എന്നിവർ ഒരുമിച്ച യാഷ് രാജ് ഫിലിംസിന്റെ എക്കാലത്തെയും ക്ലാസിക് ലവ് സ്റ്റോറി അതാണ് വീർ സാറ. പഴയകാല സൂപ്പർ ഹിറ്റ് സിനിമകൾ റീ റിലീസ് ചെയ്യുകയും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവും നേടുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വലിയൊരു ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തെന്നിന്ത്യയിൽ ഇപ്പോൾ ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. ഇപ്പോൾ തമിഴിൽ ഗില്ലിയും മലയാളത്തിൽ ദേവദൂതനും സ്ഫടികവും മണിച്ചിത്രത്താഴമെല്ലാം റീ റിലീസിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സിനിമകളാണ്. ഇപ്പോഴിതാ ബോളിവുഡിലും ഈ ട്രെൻഡിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഷാറുഖ് ഖാന്റെ റൊമാന്റിക് ക്ലാസിക് സിനിമയായ വീർ സാറയാണ് ഇപ്പോൾ റീ റിലീസിൽ ഏറെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസം 13-ാം തീയതിയാണ് സിനിമ റീ റിലീസ് ചെയ്യപ്പെട്ടത്. ആദ്യം റിലീസ് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ നിന്ന് 67 കോടിയും വിദേശത്ത് നിന്ന് 37 കോടിയുമാണ് സിനിമ നേടിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസ് ചെയ്തപ്പോൾ 2.5 കോടി രൂപയാണ് സിനിമ നേടിയത്. ഇതോടെയാണ് സിനിമ 100 കോടി ക്ലബിൽ കയറിയത്. ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സിനിമ 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച് യാഷ് ചോപ്രയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഡർ, ദിൽ തോ പാഗൽ ഹേ എന്നീ സിനിമകൾക്ക് ശേഷം യശ് ചോപ്രയും ഷാറുഖ് ഖാനും ഒന്നിച്ച സിനിമയായിരുന്നു വീർ സാറ. പാകിസ്ഥാൻ സ്വദേശിയെ പ്രണയിക്കുന്ന ഇന്ത്യൻ സൈനികന്റെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞു വെച്ചത്. ഷാറുഖ് ഖാനെ കൂടാതെ ചിത്രത്തിൽ അമിതാഭ് ബച്ചനും മികച്ച ഒരു റോള് തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. മാത്രമല്ല, കിടിലൻ ഗാനങ്ങൾ ചിത്രത്തിന് വേറിട്ട ഒരു അനുഭവം തന്നെയാണ് അക്കാലത്ത് ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് നൽകിയത്. ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ വർക്കുകളും ഒക്കെ തന്നെ, വിഷ്വലൈസേഷൻ ഒക്കെ തന്നെ മനോഹരമായിരുന്നു. അതിവൈകാരികമായ രംഗങ്ങളും പ്രണയാർത്ഥമായ രംഗങ്ങളും മികച്ചൊരു സ്റ്റോറി ലൈനും ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2004 ഗംഭീര ഹിറ്റുകളിലൊന്നായി അന്ന് ഈ സിനിമ മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.